ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ചാലക്കുടി വീട്ടിൽ വന്നേക്കോ കേട്ടോ. പള്ളിപ്പെരുന്നാളാണ് ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ എത്തി. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ ആയോന്ന് നോക്കാൻ പോവാട്ടോ. അപ്പോൾ കപ്പത്തണ്ടൊക്കെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടിയിലേക്ക് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റില്ല. അപ്പൂസൊക്കെ കപ്പ പറിക്കണ കാണാൻ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കെട്ടിയോനാണ് കപ്പ പറിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ കപ്പയുടെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് അടിയിലേക്ക് അത്യാവശ്യം ഉണ്ടാവേണ്ടതാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അപ്പൂസിനാണെങ്കിൽ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യണേന്ന് ആൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അപ്പൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കപ്പ പറിച്ചെടുത്തപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കപ്പ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്ര വലിയ കപ്പ ഉണ്ടാവുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ കപ്പ ഉണ്ടാവുള്ളൂ പ്രതീക്ഷിച്ചു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വലിയ കപ്പ ഉണ്ടായിരുന്നു അടിയിൽ. കുറേ കപ്പ ആ മണ്ണിൽ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കുഴിച്ച് നോക്കിയപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കപ്പ കിട്ടിയിട്ട് കുറേ പൊട്ടിപ്പോയി. പിന്നെ കുറച്ച് കപ്പയൊക്കെ ചീഞ്ഞു പോയി. അതിൻ്റെ താഴത്തെ ഭാഗം ചീഞ്ഞു പോയി. അത് നേരത്തെ പറിക്കാത്തതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. താഴത്തെ വലിയൊരു കപ്പയുടെ പീസ് ചീഞ്ഞു പോയി. പിന്നെ ഈ കപ്പയിട്ട് പോണ ആളുടെ പോക്ക് കണ്ടാൽ സ്വന്തമായിട്ട് കപ്പ നട്ട് പിടിപ്പിച്ച് പറിച്ചെടുത്താന്ന് തോന്നും. ഇല്ല കേട്ടോ, കപ്പ പറിക്കാൻ മാത്രമേ ഇയാൾ വന്നിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.